നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂൺ മാസത്തിലെ ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തറ, മകരക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ഈ വരുന്ന ജൂൺ മാസത്തിൽ 15-ാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് മകരക്കൂറുകാർക്ക് 5-ലാണ്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പക്ഷെ 6-ലേക്ക് വരുമ്പോൾ ഈ 5-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു, ദുഃഖ, രോഗ, ദുരിതങ്ങൾ വന്നു ചേരുക. നമ്മൾ ഒട്ടും ആഗ്രഹിക്കാത്ത ഫല, ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുക. അതേപോലെ തന്നെ ഒട്ടും വിചാരിക്കാതെ ഓരോ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. പലവിധ വ്യാധികൾ അനുഭവിക്കാനിട വരിക. ആരും ഇതുപോലുള്ളൊരു മോശഫലമൊക്കെ വന്നു ചേരാൻ ആരാഗ്രഹിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. 15-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ ശത്രു, ദുഃഖ, രോഗശമനം, അതായത് നമ്മൾ ഏതെങ്കിലും വിധേന ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം ശമനം വന്നു ചേരുന്ന കാലയളവ്. അതേപോലെ തന്നെ രോഗദുരിതങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്കും ശമനം വന്നു ചേരുന്ന കാലയളവ്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള വ്യാധികൾക്കും ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ശമനം വന്നു ചേരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. മകരക്കൂറുകാർക്ക് 4-ലാണ് ചൊവ്വ നിൽക്കുന്നത്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ദുർജന സംസർഗം വന്നു ചേരുക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ട് ഇടവരിക. നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നല്ല ഫലമല്ലല്ലോ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിലും വന്നു ചേരുക. അപ്പൊ ഇതും ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണല്ലോ. അപ്പൊ ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളും മരുന്ന് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. 15-ാം തീയതി വരെ 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ബുധനെ കൊണ്ടും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. ഭാര്യ പുത്ര കലഹം ഉണ്ടാവുക, ഭർത്തൃപുത്ര കലഹം ഉണ്ടാവുക, കുടുംബത്ത് കലഹം ഉണ്ടാവുക. കുടുംബത്ത് കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. ഒരു പരിധിവരെ ഈ കലഹമൊക്കെ വന്നു ചേരുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ മോശഫലത്തെ നമുക്ക് തന്നെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. 15-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് കേട്ടോ സൂചിപ്പിക്കുന്നത്. കാര്യവിജയം വന്നു ചേരുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക, ജോലി സംബന്ധമായിട്ടൊക്കെ നമുക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കുക. അപ്പൊ 5-ൽ നിൽക്കുന്ന ബുധന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 6-ലേക്ക് ബുധൻ വരുമ്പോൾ. ഓരോ ഗ്രഹങ്ങൾ ഓരോ സ്ഥാനത്ത് നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഏതൊക്കെ ഗ്രഹങ്ങൾ എത്രയൊക്കെ മോശ സ്ഥാനത്ത് നിന്നാൽ പോലും 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് മകരക്കൂറുകാർക്ക് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എല്ലാം ലാഭമാണ് പറയുന്നത്. ധനലാഭം ഉണ്ടാവുക, ഗൃഹലാഭം ഉണ്ടാവുക, ഭാര്യാസുഖം അനുഭവിക്കുക, ഭർത്തൃസുഖം അനുഭവിക്കുക, നല്ല ബുദ്ധി നമുക്ക് വന്നു ചേരുക. എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം സന്താന ലാഭം വന്നു ചേരുക, സന്താന സുഖം അനുഭവിക്കുക, ഗൃഹലാഭം വന്നു ചേരുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഗൃഹമില്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് വേണ്ടി പ്രയത്നിക്കുക. അവർക്ക് സ്വന്തമായിട്ടുള്ള ഗൃഹമൊക്കെ വന്നു ചേരുവാനായിട്ടുള്ള നല്ല ഫലത്തെ സൂചിപ്പിക്കുന്നു. അപ്പൊ സന്താന ദുഃഖം അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നല്ല ഫലങ്ങളാണ് 5-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 13-ാം തീയതി വരെ 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടും നല്ല ഫലത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സന്താന സുഖം അനുഭവിക്കുന്ന ഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു. സന്താന ലാഭം വന്നു ചേരുന്ന ഒരു ഫലത്തെ ഇവിടെയും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ബന്ധുഗുണം അനുഭവിക്കുക, ഗുരുജനങ്ങളെ കാണുവാനായിട്ട് സാധിക്കുക, ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങുവാനായിട്ട് സാധിക്കുക, നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക. നല്ല ഫലത്തെയാണ് 5-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. പക്ഷെ 13-ാം തീയതിക്ക് ശേഷം 6-ലേക്ക് വരുമ്പോൾ ശത്രുക്കൾ നിമിത്തം തന്നെ ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ വന്നു ചേരുക. അപ്പൊ ഈ 6-ൽ നിൽക്കുന്നതായിട്ടുള്ള ശുക്രനെ കൊണ്ടുള്ള മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ ചോറ്റാനിക്കര ഭഗവതിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ചോറ്റാനിക്കരയിൽ പോയി തൊഴാനൊന്നും സാധിച്ചു എന്ന് വരില്ലല്ലോ. നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബികേ ഗൗരി നാരായണി നമോസ്തുതേ സർവജ്ഞേ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രമൊക്കെ ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഈ ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങളെ നമുക്ക് ഒരു പരിധിവരെ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. നാമസങ്കീർത്തനം വിസ്യ സർവപാപത്രനാശനം എന്നാണ് പറയുന്നത്. നാമസങ്കീർത്തനമാണ് നമ്മളുടെ ഈ കലികാലത്ത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാനായിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം. നാമം ജപിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടുള്ള ദുരിതങ്ങളുമുണ്ട്.
ആ ദുരിതങ്ങൾ നമ്മൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. നിങ്ങളായിക്കോട്ടെ ഞാനായിക്കോട്ടെ, നമ്മൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ വന്നു ചേരും. ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിലേ ഒരു കാര്യം നമുക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യുവാനായിട്ട് സാധിക്കും, വൃത്തിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും അല്ലേ. ഏകാഗ്രമായിട്ടുള്ള മനസ്സില്ലെങ്കിൽ നമുക്ക് ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും നല്ല ഫലം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഏകാഗ്രമായിട്ടുള്ള മനസ്സും ശ്രദ്ധയും ഒക്കെ വന്നു ചേരുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും, വൃത്തിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യുവാൻ സാധിച്ചു കഴിഞ്ഞാലോ നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വരും. നല്ല ഫലം നമുക്ക് അനുഭവവേദ്യമായിട്ട് വന്നാലോ നമ്മളുടെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും. നമ്മളുടെ മനസ്സിന് സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാലോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നവർക്കും സന്തോഷം ഉണ്ടാവും. അതായത് നമ്മളുടെ കുടുംബത്ത് സന്തോഷം ഉണ്ടാവും. നമ്മളുടെ കുടുംബത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ വന്നു ചേരാനല്ലേ നിങ്ങളും ഞാനും ഒക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നാമം ജപിച്ചു, അത്ര തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ നാമം ജപിക്കുമ്പോൾ നമുക്ക് വന്നു ചേരുന്നതായിട്ടുള്ള എത്ര ഗംഭീരമായിട്ടുള്ള ഫലങ്ങളാണ് നമുക്ക് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. കുറച്ചു കാലമായിട്ട് ശനി 2-ലാണെന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. ഒട്ടും വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, അല്ലെങ്കിൽ ധനം സൂക്ഷിച്ചു വെക്കാൻ പറ്റാതെ വരിക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു ഫലം ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ വിരക്തി വന്നു ചേരുക. എന്തായാലും മകരക്കൂറുകാരുടെ ഗ്രഹപ്പിഴാ ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാം. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.